MSN എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ്. MSN ഒക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇതിട്ടിരുന്നു, ഒരു പോൾ ഇട്ടിരുന്നു. MSN ആണോ BBC ആണോ വലുതെന്ന് ചോദിച്ചിട്ട് ഒരു പോൾ ഇട്ടിരുന്നു. അപ്പോൾ ആ പോളിൽ മിക്ക ആൾക്കാരും പറഞ്ഞാൽ MSN ആണ് വലുത്. ബ്രോ MSN ഒക്കെ അടുത്തെത്തിക്കാൻ പറ്റുമോ എന്താണ് BBCക്ക് അങ്ങനെയൊക്കെ ചോദിച്ചത്. നേരെ മറിച്ച് നമ്മളിപ്പോൾ UCL കണക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ UCL ഇതിലെന്ന് പറയുമ്പോൾ എന്താ പറയുക, UCL കണക്ക് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എന്താണ് അവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? UCL കണക്കിൽ നോക്കൗട്ട് സ്റ്റേജിൽ MSN, അതായത് മെസ്സി പ്ലസ് നെയ്മർ പ്ലസ് സുവാറസ്, മെസ്സിയുടെയും നെയ്മറിനെയും സുവാറസിനെയും ഗോളുകൾ മൂന്നും കൂട്ടിയാൽ UCL നോക്കൗട്ട് സ്റ്റേജിൽ 20 ഗോളേ വരുള്ളൂ. നേരെ മറിച്ച് റൊണാൾഡോന്റെ കണക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വെറും റൊണാൾഡോ എലോൺ, റൊണാൾഡോ മാത്രം നമ്മൾ നോക്കിയാൽ മതി, UCL നോക്കൗട്ട് സ്റ്റേജിൽ റൊണാൾഡോക്ക് 25 ഗോളുകളാണ്. ഈ MSN മൂന്നും കൂട്ടി വെച്ചിട്ട് അട്ടിക്കട്ടിക്ക് വെച്ചാൽ പോലും റൊണാൾഡോന്റെ അടുത്ത് പോലും എത്തൂല. അതാണ് ലെവൽ റൊണാൾഡോ. അതാണ് റൊണാൾഡോനെ മിസ്റ്റർ UCL എന്ന് വിളിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിന്റെ കണക്ക് പറയുമ്പോൾ എല്ലാം പറയുന്നല്ലേ, ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ്. അതാരും മറക്കരുത്. ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞത് എന്താണ്, അന്നത്തെ BBC സഖ്യത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സംഭവമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഗോൾസ് അസിസ്റ്റ് അതും BBC ആണ്. ശരിയാണ്, ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും BBC ആണ്. MSN കൂടുതൽ കെമിസ്ട്രി ഉണ്ടായിരുന്നു, നല്ല പേസ് ഒക്കെ ശരിയാണ്. പക്ഷെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളത് BBC ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അങ്ങനെയാണ് സ്റ്റാറ്റ്സ് കാണുന്നത്, അങ്ങനെയാണ് എല്ലാ സ്റ്റാറ്റ്സും പറയുന്നത്.